ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലൗസ് അളന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ സ്ലീവ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി വരുന്ന വീഡിയോയിൽ ബോഡി പോർഷനും കൂടി കാണിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ 2x2 ബ്ലൗസ് പീസാണ്. അപ്പോൾ ആ ബ്ലൗസ് പീസിൻ്റെ കരഭാഗം നമ്മുടെ അപ്പുറത്തെ വശത്ത് വരുന്ന പോലെ വെച്ചിട്ട് ആദ്യം ഇതേപോലെ രണ്ടാക്കി മടക്കിയെടുക്കുക. പിന്നെ ആ തുണിനെ ഒന്നും കൂടി മടക്കി 4 മടക്കാക്കി എടുക്കുക. നമ്മളെപ്പോഴും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്ന അളവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ക്ലോത്തും അയൺ ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പം അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ചുരുക്കമൊന്നുമില്ലാതെ. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ ഇറക്കം ഒന്ന് നോക്കാം. നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ നല്ല ഭാഗത്തു നിന്നാണ് കേട്ടോ ഞാനിവിടെ അളവെടുക്കുന്നത്. ആദ്യം സ്ലീവിൻ്റെ റെഡി അളവിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ടേപ്പ് ഒന്ന് ഇതേപോലെ കയറ്റി വയ്ക്കുക. തയ്യൽ തുമ്പ് അതായത് അളവെടുക്കുമ്പോഴേ തയ്യൽ തുമ്പ് വിടുകയാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 7 കിട്ടുന്നത്. അപ്പോൾ ആ 7 ഇഞ്ച് എടുക്കുക. പിന്നെ ഇത് 2x2 ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെം ചെയ്യേണ്ട പീസ് വിടണമല്ലോ. അതിനായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കാനും 3/4 ഇഞ്ച് ഹെമ്മിങ്ങിനുള്ളതുമായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ സ്ലീവ് ഇതേപോലെ ആ ലാസ്റ്റ് വരെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വരച്ചെടുക്കുക. ലൈനായിട്ട് അത് നമുക്ക് അളവ് കിട്ടാൻ വേണ്ടി ഒരു ലൈന് പോലെ വരച്ചെടുക്കുക കേട്ടോ. അടുത്തത് നമ്മൾ വരച്ച ലൈനിൽ നിന്നും കയ്യിൻ്റെ അളവ് നമ്മൾ നേരത്തെ എത്രയാണോ എടുത്തത് ആ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ഭാഗത്തും അതേ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ കയ്യിൻ്റെ ലൂസ് എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ ടേപ്പിൻ്റെ ആവശ്യമില്ല, ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് റെഡി അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത് അതും മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ലൈനിങ് ആയാലും മെയിൻ പീസ് ആയാലും അതിൻ്റെ മുകളിൽ നമ്മുടെ അളവ് ബ്ലൗസിനെ കറക്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഹെം ചെയ്യാൻ വേണ്ടി ലൈന് വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിൽ വേണം കേട്ടോ സ്ലീവിൻ്റെ ആ റൗണ്ട് വരാൻ. കറക്റ്റ് ഇതേപോലെ വെക്കുക. ഇതിൽ തയ്യൽ തുമ്പ് വിടാനുള്ള പീസ് ഇതിലില്ല, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേപോലെ സ്ലീവിൻ്റെ റെഡി അളവ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ബോഡി പോർഷനും സ്ലീവും ജോയിൻ ചെയ്യുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അത് റെഡി അളവാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു 1/2 ഇഞ്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിവിടെ പീസ് വെച്ചിട്ട് തയ്യൽ തുമ്പിനുള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ, അവിടെ നിന്നും ഒരു 2 ഇഞ്ച് ഇതേപോലെ നേർക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുവരെ ഇതേപോലെ ഒന്ന് വളച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതായത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് വെട്ടണമല്ലോ, അപ്പോൾ അതിനുള്ളതാണ്. അപ്പോൾ ഈ കുഴിച്ച് വെട്ടുന്നത് എവിടെയാണ് നമ്മൾ കുഴിക്കേണ്ടതെന്നുള്ളൊരു സംശയമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ റെഡി അളവ് ബ്ലൗസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ പകുതി, അതായത് ആ ടേപ്പിനൊന്ന് മടക്കിയാൽ മതി, അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അവിടെയാണ് ഈ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ, അപ്പോൾ ആ ഡോട്ടിൽ നിന്നും ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നോർമലി കൈ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് വിടാൻ തുണി ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ സൈഡത്തെ പീസിനെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തയ്യൽ തുമ്പിനുള്ള പീസ് വിടാം. നമ്മൾ ഈ സ്ലീവിൻ്റെ മോൾ ഭാഗം ഇതേപോലെ ഒന്ന് കുതഞ്ഞ് വിടുക. നമുക്ക് ബോഡി പോർഷനും സ്ലീവും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ആ കുതഞ്ഞത് കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതറിയാൻ വേണ്ടി ഒന്ന് അതേപോലെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ 2 പീസ് മാത്രം എടുത്തിട്ട് ആ കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടിയിലുള്ള 2 പീസ് എടുക്കരുത്, അത് ബാക്കും ഈ ഫ്രണ്ടിലത്തെ 2 ഫ്രണ്ട്. അപ്പോൾ ഇതേപോലെ അതും ഒന്ന് കുതഞ്ഞ് വിടുക, ഫ്രണ്ട് ഭാഗത്തുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ബോഡി പോർഷനുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.